കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം നിരവധിയായ മനുഷ്യജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയായി മാറുകയാണ്. 23ഓളം ബസ്സുകളുള്ള ഒമേഗ ഗ്രൂപ്പിൻ്റെ ബസ് ഇന്ന് പേരാമ്പ്രയിൽ ഉണ്ടാക്കിയ അപകടത്തിൽ ഒരു യുവാവിൻ്റെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. ബസ്സുകളുടെ മരണപ്പാച്ചിൽ തുടർക്കഥയായി മാറുമ്പോൾ നടപടിയെടുക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ ഗതാഗത വകുപ്പും പോലീസും ബസ്സുകളുടെ മരണപ്പാച്ചിൽ നേരെ കണ്ണടയ്ക്കുന്നത് നിത്യസംഭവമായി മാറുകയാണ്. ഉത്തരവാദപ്പെട്ട ആളുകൾ ബസ് ഉടമകളിൽ നിന്ന് കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ മാസപ്പടി വാങ്ങി ബസ് ഉടമകളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം നാട്ടുകാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കേരളത്തിൽ മറ്റെവിടെയും ഇല്ലാത്ത രൂപത്തിൽ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ മരണപ്പാച്ചിലിന് തടയിടാൻ അടിയന്തരമായി ഗതാഗത വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബസ്സുകളെ തെരുവിൽ തടയാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. കൃത്യമായി മാസപ്പടി ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ബസ്സുകളുടെ മരണപ്പാച്ചിലിന് തടയിടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്തത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഇനി ഒരു മനുഷ്യജീവൻ റോഡിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം പൊലിയാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിന് തടയിടാൻ പോലീസും ഗതാഗത വകുപ്പും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബസ്സുകൾ ഇനി കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഇത്തരത്തിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്നാണ് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ബസ്സുകളെ തെരുവിൽ തടയാൻ തന്നെയാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് റൂം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.